കേരളത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് 1.5 വയസ്സുകാരനായ കുഞ്ഞിൻ്റെ മരണം എന്നുള്ളത്. വളരെ വിഷമവും സങ്കടവും ഉണ്ടാക്കിയൊരു ന്യൂസാണ്. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു കുട്ടീനെ ഒരു കുടുംബത്തിന് വേണ്ട എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ആ കുട്ടീനെ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനെ ഏൽപ്പിക്കാനായിട്ടുള്ളൊരു എഫക്റ്റീവായിട്ടുള്ള സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കുട്ടിയെ നോക്കാൻ കഴിവില്ല, നോക്കാൻ താല്പര്യമില്ല. അവർക്ക് വേറൊരു കുടുംബമോ ജോലിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രയോറിറ്റീസ് ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ആക്കാൻ പറ്റും. അങ്ങനെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള അക്രഡിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനോ ഉണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ ഈ കുട്ടീനെ ഇവിടെ കൊണ്ടാക്കുവാനും അതിനുശേഷം ആ കുട്ടിയുടെ വളർച്ച അതുപോലെ തന്നെ ആ കുട്ടിയുടെ വെൽഫെയർ എല്ലാം ഈ ഓർഗനൈസേഷൻ നോക്കുമെന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഇൻസിഡൻ്റ് ഒന്നും നമ്മുടെ നാട്ടിലുണ്ടാകില്ല. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഗവൺമെൻറ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാതെ വരുമ്പോൾ അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ആ ഓർഗനൈസേഷൻ മൊത്തമായിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതേപോലുള്ള ഓർഗനൈസേഷന് നമ്മുടേതായിട്ടുള്ള സപ്പോർട്ട് അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്തും എൻകറേജ് ചെയ്തുകൊണ്ടും അത് ഗ്രോ ചെയ്തൊരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതേപോലുള്ള നല്ലൊരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്.